ലോക് ഭവനിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയ പ്രതിഷേധ മാർച്ചിന്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഇപ്പോൾ ബാരിക്കേഡിന് മുകളിൽ കയറി നിന്നുകൊണ്ടാണ് അവർ പ്രതിഷേധിക്കുന്നത്. തങ്ങളുടെ പ്രിയപ്പെട്ട നേതാവിനെ കസ്റ്റഡിയിലെടുത്തുള്ള പ്രതിഷേധമാണ് സംസ്ഥാനത്തുടനീളം കാണുന്നത്. നോക്കൂ, റിപ്പോർട്ടറിന്റെ ഈ സ്ക്രീനിൽ, വിവിധ സ്ക്രീനുകളിൽ ദില്ലിയിലും തിരുവനന്തപുരത്തും കോഴിക്കോട്ടും കൊച്ചിയിലും ഒക്കെയുള്ള പ്രതിഷേധമുണ്ട്. മന്ത്രിമാരടക്കമാണ് പ്രതിഷേധത്തിനെത്തുന്നത്. രാജ്യതലസ്ഥാനം സാക്ഷ്യം വഹിച്ചത് അത്യസാധാരണമായ പ്രതിഷേധത്തിനായിരുന്നു. ഇന്ന് 3 മണിയോടുകൂടി പ്രധാനമന്ത്രിയുടെ വസതിയിലേക്കാണ് ഇന്ന് രാഹുൽ ഗാന്ധി അടക്കമുള്ളവർ എത്തിച്ചേർന്നത്. 2 മുഖ്യമന്ത്രിമാർ, 120 MP-മാർ, 2 പ്രതിപക്ഷ നേതാക്കൾ, ഇവരാണ് ഇന്ന് പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിലേക്ക് എത്തിയത്. അവിടെ അപ്പോഴേക്കും പോലീസ് ആദ്യ നിർണയത്തിലൊരുങ്ങി. പക്ഷേ പിന്മാറാതെ വന്നതോടുകൂടി പോലീസ് എല്ലാവരെയും കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു. ഇപ്പോൾ റോഷി പാൽ തിരുവനന്തപുരത്ത് നിന്നും തത്സമയം ചേരുന്നു. റോഷി, രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് ഇപ്പോഴും കസ്റ്റഡിയിലാണ്. 2 പ്രതിപക്ഷ നേതാക്കൾ കസ്റ്റഡിയിലാണ്. ഒപ്പം തന്നെ പ്രിയങ്ക ഗാന്ധി കസ്റ്റഡിയിലാണ്. കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളെ ഇന്ന് ദില്ലി പോലീസ് കസ്റ്റഡിയിൽ വെച്ചിരിക്കുന്ന സമയത്താണ് കേരളം ഒന്നാകെ പ്രതിഷേധം ആളിക്കത്തുന്നത്. എന്താണ് തിരുവനന്തപുരത്തെ അവസ്ഥ? ലോക് ഭവനിലേക്കുള്ള മാർച്ച് ഇപ്പോൾ ബാരിക്കേഡും മറികടന്ന് പ്രവർത്തകർ നീങ്ങുകയാണ്. അരുൺകുമാർ, തലസ്ഥാനത്തെ കോൺഗ്രസിന്റെ പ്രതിഷേധ മാർച്ച് സംഘർഷാവസ്ഥയിലേക്ക് നീങ്ങുന്നു. ഇപ്പോൾ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് പ്രവർത്തകർ അപ്പുറത്തേക്ക് എത്തിയിരിക്കുകയാണ്. അവരെ തടയാനുള്ള ശ്രമമാണ് പോലീസ് നടത്തുന്നത്. നിരവധി യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ കഴിഞ്ഞു. KPC ആസ്ഥാനമായ ഇന്ദിരാഭവനിൽ നിന്നാണ് പ്രതിഷേധം തുടങ്ങിയത്. മന്ത്രിമാർ, KPC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ നേതൃത്വത്തിൽ MLA-മാരടക്കം പങ്കെടുത്ത പ്രതിഷേധ മാർച്ചാണ്. രാഹുൽ ഗാന്ധിക്കെതിരെയുള്ള നടപടി, കോൺഗ്രസ് MP-മാരെ കസ്റ്റഡിയെടുത്ത സംഭവത്തിലടക്കമുള്ള പ്രതിഷേധമാണ് അലയടിക്കുന്നത്. അങ്ങനെ രാത്രി വൈകി തലസ്ഥാന നഗരിയിൽ ലോക് ഭവനിലേക്ക് കോൺഗ്രസ് നടത്തിയ പ്രതിഷേധ മാർച്ച് സംഘർഷത്തിലേക്ക് കലാശിക്കുന്നു. ഇപ്പോൾ പന്തം കൊളുത്തിയുള്ള പ്രകടനമായിരുന്നു. നാളെ സംസ്ഥാന വ്യാപകമായി പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതിനിടയിലാണ് തലസ്ഥാനത്ത് പൊടുന്നനെ പ്രതിഷേധത്തിന് KPCC തീരുമാനിച്ചത്. സണ്ണി ജോസഫ് അടക്കമുള്ളവർ, മന്ത്രിമാർ ഒക്കെ തന്നെ പ്രതിഷേധത്തിനായി മുൻനിരയിൽ ഇപ്പോൾ വരുന്നുണ്ട്. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ കോഴിക്കോട്ടുള്ള ദൃശ്യങ്ങളാണ്. അവിടെ അവർ തീ കത്തിക്കുന്നുണ്ട്. പന്തം കത്തിച്ചുമൊക്കെയാണ് പ്രതിഷേധം നടത്തിയത്. ആരുടെയോ കോലം കത്തിക്കുകയാണ് എന്ന് തോന്നുന്നു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നുള്ള ദൃശ്യം, കോഴിക്കോട്ട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. അവിടെ പന്തം കൊളുത്തി പ്രകടനവുമായിട്ട് വന്നതാണ് കോൺഗ്രസിൻ്റെയും യൂത്ത് കോൺഗ്രസിൻ്റെയും മുഖ്യ പ്രവർത്തകർ. തത്സമയ ദൃശ്യങ്ങളാണ്. കേരളത്തിൽ വിവിധ നഗരങ്ങളിൽ ഇപ്പോൾ പ്രതിഷേധ പ്രകടനങ്ങൾ നടക്കുന്നു. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. KPCC അധ്യക്ഷൻ സണ്ണി ജോസഫിൻ്റെ നേതൃത്വത്തിലുള്ള പ്രതിഷേധമാണ്. എനിക്ക് തോന്നുന്നു ഈ പന്തം കൊളുത്തി വന്ന പ്രകടനം പിന്നീട് റബ്ബറൈസ്ഡ് റോഡാണ്. അവിടെ വീണപ്പോൾ അത് ഉരുകി കത്തിയിട്ടുണ്ടാവും. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. പലയിടങ്ങളിലും പ്രതിഷേധമുണ്ട്. സമാധാനപരമായ പ്രതിഷേധമാണ് നടക്കുന്നത്. KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ് മാധ്യമങ്ങളെ കാണുന്നുണ്ട്. തത്സമയം നമുക്ക് അതിൻ്റെ ദൃശ്യങ്ങളിലേക്കും അതിൽ പ്രതിഷേധ ദൃശ്യങ്ങളിലേക്ക് പോകാം. ഇപ്പോൾ കോഴിക്കോട് നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കണ്ടത്. വാഹനത്തിനൊന്നും യാതൊരു തരത്തിലുള്ള ബുദ്ധിമുട്ടും ഉണ്ടാക്കാതെ സമാധാനപരമായി തന്നെയാണ് സംസ്ഥാനത്തുടനീളം വ്യാപക പ്രതിഷേധം ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, വിവിധ വിൻഡോകളിൽ പ്രേക്ഷകർ കാണുന്നത് കേരളത്തിലുടനീളം KPCCയുടെ അധ്യക്ഷതയിൽ നടക്കുന്ന, നേതൃത്വത്തിൽ നടക്കുന്ന പ്രതിഷേധ പ്രകടനങ്ങളാണ്. ഇന്നും നാളെയും സംസ്ഥാനത്തുടനീളം വലിയ പ്രതിഷേധമാണ് KPCC ആഹ്വാനം ചെയ്തിരിക്കുന്നത്. രാജ്യത്തിൻ്റെ തലസ്ഥാനത്ത് ഇപ്പോഴും പ്രതിപക്ഷ നേതാവ് കസ്റ്റഡിയിലാണ്. പ്രിയങ്ക ഗാന്ധി കസ്റ്റഡിയിലാണ്. 2 മുഖ്യമന്ത്രിമാരടക്കമാണ് ഇന്ന് പ്രതിഷേധത്തിനെത്തിയത്. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകർ ദില്ലിയിലെ കാഴ്ച, എനിക്കുന്നു ആ ഫ്രെയിം നമുക്ക് ഒന്ന് പ്രേക്ഷകർക്ക് ഫുൾ ഫ്രെയിമായി കൊടുക്കാം. ദില്ലിയിലെ കാഴ്ച പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണൂ. ഛത്രസാൽ സ്റ്റേഡിയത്തിന് മുന്നിലുള്ള ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. വിവിധ ഇടങ്ങളിൽ നിന്ന് കോൺഗ്രസ് പ്രവർത്തകർ രാഹുൽ ഗാന്ധിക്ക് ഐക്യദാർഢ്യവുമായി എത്തുന്ന കാഴ്ചയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കാണുന്നത്. ഇതുപോലെ ദില്ലി നഗരം അക്ഷരാർത്ഥത്തിൽ പ്രതിഷേധത്തിന്റെ കനത്ത അഗ്നിയിലേക്ക്, വലിയ തീയിലേക്ക് മാറിയത് നമ്മൾ ഏറ്റവും ഒടുവിൽ കണ്ടത് കർഷക സമരത്തിന്റെ സമയത്താണ്. ഡൽഹി നിർഭയയുടെ സമയത്തും വലിയ പ്രതിഷേധം നമ്മൾ കണ്ടു. ഇപ്പോൾ രാവ് ഏറെ ചെല്ലുമ്പോഴും ദില്ലി നഗരത്തിലേക്ക് വലിയ പ്രതിഷേധക്കാർ, കൂട്ടത്തോടെ പ്രതിഷേധക്കാർ ഛത്രസാൽ സ്റ്റേഡിയത്തിലേക്ക് എത്തുകയാണ്. ഇപ്പോൾ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയുമുള്ള ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് മന്ദിർമാർഗിലേക്ക് ഇപ്പോൾ മറ്റു പ്രവർത്തകർ കൂടി എത്തിച്ചേരുന്നുണ്ട്. അതിൻ്റെ ദൃശ്യങ്ങൾ കൂടി പ്രേക്ഷകർക്ക് കാണാം. പ്രിയങ്ക ഗാന്ധിയെ പാർപ്പിച്ചിരിക്കുന്ന സ്റ്റേഷനിലേക്ക് എത്തുകയാണ്. പാർലമെന്റ് സ്റ്റേഷനിലുള്ള സമയമാണ്. ഇപ്പോൾ സോണിയാഗാന്ധി കാത്തു നിൽക്കുന്നത് സ്വന്തം മകളെ, രാജ്യത്തിന്റെ പ്രിയപ്പെട്ട നായികയെ പ്രിയങ്ക ഗാന്ധിയെ ഒരു നോക്ക് കാണാനും പോലീസുകാരുമായി സംസാരിക്കാനും വേണ്ടിയാണ്. കനത്ത ബന്ദോബസ്താണ്. ഇന്നലെ പോലീസിന്റെ ക്രൂരമായ അതിക്രമത്തിൽ 70ഓളം വിദ്യാർത്ഥികൾക്കാണ് പരിക്കേറ്റത്. അതിൽ 1-2 വിദ്യാർത്ഥികൾ വെന്റിലേറ്റർ
സാഹചര്യത്തിൽ കൂടിയാണ് എന്നുള്ള വിവരം കൂടി പുറത്തു വന്നിരുന്നു. രാമമനോഹർ ലോഹിയ ആശുപത്രിയിൽ തന്നെ ഒരു പെൺകുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റ ആശുപത്രിയിൽ കഴിയുന്നുണ്ടായിരുന്നു. ഇതുവർക്കെല്ലാം ഐക്യദാർഢ്യം രേഖപ്പെടുത്തിക്കൊണ്ടാണ് കോൺഗ്രസിന്റെ പ്രതിഷേധം നടന്നത്. ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയെ കാണാൻ വേണ്ടി സോണിയാഗാന്ധി പ്രിയങ്ക ഗാന്ധിയെ കൊണ്ടുവന്ന സ്റ്റേഷനിലാണ് ഇപ്പോഴുള്ളത്. തത്സമയ ദൃശ്യങ്ങളാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യ തലസ്ഥാനം അക്ഷരാർത്ഥത്തിൽ പ്രതിഷേധാഗ്നിയിലാണ്. ഇപ്പോൾ കോൺഗ്രസ് പ്രവർത്തകർ സംസാരിക്കുന്നു. എം ഹസനുണ്ട്, ചാണ്ടി ഉമ്മനുണ്ട്, KPCC അധ്യക്ഷനുണ്ട്. അമിത്ഷായുടെ പോലീസിനെതിരെ ശക്തമായ പ്രതിഷേധം മുന്നോട്ട് പോകും. അതിന്റെ തുടക്കമാണിത്. ഈ ധർണയിൽ, ഈ പ്രതിഷേധ മാർച്ച് ആ മുന്നോട്ടുള്ള സമരത്തിന്റെ മുന്നോടി മാത്രമാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിക്കും പ്രിയങ്ക ഗാന്ധിക്കും KC വേണുഗോപാലിനും കേരളത്തിലെ ഇന്ത്യയിലെ എല്ലാ MP-മാർക്കും ഞങ്ങൾ അങ്ങനെ മുതിർന്ന കോൺഗ്രസ് നേതാക്കൾ ഇപ്പോൾ പ്രതികരിക്കുകയാണ്. മന്ത്രിമാരുണ്ട്, ലിജുവിന്റെ പ്രതികരണത്തിലേക്ക്. ഇപ്പോഴും ജനാധിപത്യ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു ദിനമാണ് ഇന്ന് രാജ്യം ദർശിച്ചത്. രാജ്യത്തിന്റെ ഏറ്റവും വലിയ വാതിലായ കവാടമായ ദേശീയ എൻട്രൻസ് പരീക്ഷകൾ അട്ടിമറിച്ചതിനെതിരായി, ഈ രാജ്യത്തെ ജനാധിപത്യത്തെ ധ്വംസിക്കുന്ന നടപടികൾക്കെതിരായി സമരം ചെയ്ത രാജ്യത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയെ ശാരീരികമായി കയ്യേറ്റം ചെയ്യുന്നതാണ് ഇന്ന് ലോകം ദർശിച്ചത്. ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവിനെ റോഡിലൂടെ വലിച്ചിഴച്ചു കൊണ്ടുപോയി ബഹുമാന്യായ AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീമതി പ്രിയങ്ക ഗാന്ധിയെ വനിതാ പോലീസ് ഇല്ലാതെ ക്രൂരമായി ആക്രമിക്കുന്നത് നമ്മൾ കണ്ടു. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി ശ്രീ KC വേണുഗോപാൽ ഉൾപ്പെടെയുള്ള MP-മാരെ അതിഭീകരമായി ആക്രമിച്ചു. ഇതുകൊണ്ടൊന്നും തന്നെ ജനാധിപത്യ ഇന്ത്യയുടെ പ്രതിഷേധത്തെ അടിച്ചമർത്താമെന്ന് രാഹുൽ ഗാന്ധിക്കെതിരെ നടത്തിയ ഈ അതിക്രമം, അതിനെതിരെ ഉയർന്നിരിക്കുന്ന പ്രതിഷേധത്തിന്റെ തീജ്വാല ഇന്നിവിടെ ഈ ലോക് ഭവന് മുമ്പിൽ നടക്കുന്ന പ്രതിഷേധം പോലെ രാജ്യമാകമാനം ഈ തീജ്വാല പടർന്നു പിടിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. ഇന്ത്യയുടെ ജനാധിപത്യത്തെ സംരക്ഷിക്കാൻ ഈ നാടിൻ്റെ യുവത, ഈ നാടിൻ്റെ ജനാധിപത്യ സമൂഹം തെരുവിലിറങ്ങുക തന്നെ ചെയ്യും. ജനാധിപത്യ വിരുദ്ധമായ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച നരേന്ദ്രമോദി ഭരണത്തിന്റെ അന്ത്യം കുറിക്കുന്ന ദിനങ്ങൾ അടുത്തു കഴിഞ്ഞു. ഇപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, മന്ത്രിമാർക്കിൽ പ്രിയങ്ക ഗാന്ധിയെ പാർപ്പിച്ചിരിക്കുന്ന പോലീസ് സ്റ്റേഷനുകളിൽ വാതിൽപ്പാലോട് തത്സമയം ചേരുന്നു. അവിടെ സോണിയാഗാന്ധിയുണ്ട്, രാഹുൽ ഗാന്ധിയുള്ളത് ഛത്രസാൽ സ്റ്റേഡിയത്തിലാണ്. ഇവരെ എപ്പോൾ വിട്ടയക്കുമെന്ന് ഉറപ്പില്ല. നാളെ പാർലമെന്റ് സെഷനുള്ള ദിവസമാണ്. തീർച്ചയായിട്ടും പാർലമെന്റ് സെഷനുള്ള സമയത്ത് പാർലമെന്റിലെ അംഗങ്ങൾക്ക് പ്രത്യേക പ്രിവിലേജ് ഉണ്ട്. സ്പീക്കറുടെ അനുമതിയില്ലാതെ ഇവരെ കസ്റ്റഡിയിലെടുക്കാൻ പോലും കഴിയില്ല എന്നുള്ളതാണ്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് ഇപ്പോൾ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ നിന്നും രാജ്യത്തിന്റെ പ്രധാനപ്പെട്ട പദവികളിലുള്ള ക്യാബിനറ്റ് റാങ്കിലുള്ള പ്രതിപക്ഷ നേതാവിനെ അടക്കം കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. രാജ്യം വലിയ പ്രതിഷേധത്തിലേക്ക് നീങ്ങുന്നു. കൂടുതൽ ആളുകൾ ഛത്രസാൽ സ്റ്റേഡിയത്തിലേക്കും മാർഗിലേക്കും എത്തിക്കൊണ്ടിരിക്കുന്നു.